മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറേ വ്യക്തികൾ ഞാൻ ഈ ജ്യോതിഷത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ഒരു ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഇമെയിൽ വഴിക്ക്, ഫോൺ വഴിക്ക് ഞങ്ങളൊന്ന് സാറിൻ്റെ അടുത്ത് വന്നോട്ടെ, ജ്യോതിഷത്തെക്കുറിച്ച് സംശയം തീർക്കാനാണ്. സംശയം തീർക്കാനോ അതിന് സൊല്യൂഷൻ കൊടുക്കാനോ ഒന്നും എനിക്ക് സമയമില്ല, ബുദ്ധിമുട്ടുമാണ്. അതേപോലെ ഒരു ചോദ്യമാണ് വാസ്തുവിദ്യ. വളരെയധികം വ്യക്തികളൊന്നും ചോദിച്ചിട്ടില്ല, എങ്കിലും ഓർമ്മിക്കുക, വാസ്തു വിദ്യ, വാസ്തു പുരുഷ സങ്കല്പം, വാസ്തുബലി, ഇതൊക്കെയുള്ള വാക്കുകൾ നമ്മുടെ പൂർവികരുണ്ടാക്കിയതാണ്. ജനറലി അത് ഉണ്ടാക്കിയ കാലത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. എന്താ അത്? വളരെ വിസ്തൃതമായിട്ടുള്ള പുരയിടം, പറമ്പുണ്ട്, അതിലൊരു കോർണറിൽ നമ്മൾ വീട് വയ്ക്കുന്നു. ആ വാസ്തു വിദ്യ ഒരു തരത്തിൽ സിവിൽ എഞ്ചിനീയറിംഗിന്റെ പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ. പല പല പാരാമീറ്ററുകൾ നോക്കിയിട്ടാണ് അടുത്തുള്ള വീട്, അടുത്തുള്ള കുളം, അവിടെയുള്ള വൃക്ഷങ്ങൾ, കാറ്റിന്റെ പ്രവാഹം, സൂര്യപ്രകാശം, ആ വീട്ടിലുള്ള അംഗങ്ങൾ, എത്ര മുറി വേണം, എത്ര വലിപ്പം വേണം, ഇങ്ങനെയുള്ള അനവധി പാരാമീറ്ററുകൾ മുമ്പിൽ വെച്ചിട്ടാണ് ഒരു പറമ്പില് വീടുണ്ടാക്കുക. ഒരു പക്ഷേ ധാരാളം ഗുണങ്ങളുണ്ട്. പക്ഷെ ഒരു ദോഷമുള്ളത്, പലപ്പോഴും ഈ വാസ്തുവിദ്യ എക്സ്പെർട്ടായിട്ടുള്ള പണിക്കര്, ആ വ്യക്തി, അയാൾ ഉണ്ടാക്കി തരുന്ന പല മുറിയുടെയും നീളവും വീതിയും ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ചതാവില്ല. ചെറിയ മുറികളായിരിക്കും ചിലത്. വാസ്തുപ്രകാരം അതിന് ഇത്ര നീളം ഇത്ര വീതിയെ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടാ തരിക. പക്ഷെ ഓർമ്മിക്കുക, ഈ വാസ്തുവിദ്യ പുസ്തകം എഴുതിയിരിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അത് ആ വിഷയത്തിൽ കുറച്ച് അറിവുള്ളവർ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. മഹർഷിമാരെ എഴുതിയതല്ലാതെ ഭയങ്കരമായിട്ട് പാണ്ഡിത്യമുള്ള പണ്ടത്തെ കാലത്തെ ആചാര്യന്മാരെ എഴുതിയതുമല്ല. കേരളത്തിന്റെ വാസ്തുവിദ്യ അല്ല തമിഴ്നാടിന്, തമിഴ്നാടിൻ്റെതല്ല കർണാടകത്തിന്, കർണാടകത്തിൻ്റെതല്ല ആന്ധ്രാപ്രദേശിന്. എന്താ കാരണം? ഡയറക്ഷൻ മാറിയിട്ടുണ്ട്. സൂര്യോദയ സമയം മാറുന്നുണ്ട്, കാറ്റിന്റെ പ്രവാഹം മാറുന്നുണ്ട്, സൗത്ത് വെസ്റ്റ് മൺസൂൺ, സൗത്ത് ഈസ്റ്റ് മൺസൂൺ, ഇതിലെല്ലാത്തിലും മാറ്റമുണ്ട്. പിന്നെ ഭൂമിയുടെ ഉയർച്ച, താഴ്ച, ഇതെല്ലാം, സമുദ്രത്തിന്റെ തീരം, നദിയുടെ തീരം, ഇങ്ങനെയുള്ള എല്ലാം അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് യഥാർത്ഥത്തിൽ. പണ്ട് എഴുതിയ പുസ്തകത്തിന് അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ, കറക്ഷൻസ് വരുത്തിയിട്ടില്ല. അത് തന്നെയാ പലരും ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് ഉപയോഗിക്കുന്ന വ്യക്തി, കസ്റ്റമർ, ഇതിനെക്കുറിച്ച് ഇഗ്നോറന്റ് ആണ്. ഇത് കൈകാര്യം ചെയ്യുന്ന എക്സ്പെർട്ട്, അയാൾ പറയുന്നത് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ യാതൊരു സംവിധാനവും ഇല്ല. ആയുർവേദത്തിലൊക്കെ ഒരു ആയുർവേദ ഡോക്ടർ പറയുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ സംവിധാനം ഉണ്ട്. എന്താ അറിയോ? 5 ദിവസം മരുന്ന് കഴിച്ചിട്ട് ഒരു ബലവും ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടെന്ന് വെക്കാം. ഒരു മോഡേൺ ഡോക്ടറിന്റെ അടുത്ത് ചെന്നിട്ട് അയാള് 10 ദിവസം ട്രീറ്റ് ചെയ്തു, അസുഖത്തിന് മാറിയില്ലെങ്കിൽ വേറൊരാളുടെ അടുത്തേക്ക് നമുക്ക് പോവാം. പക്ഷെ വീട് വെക്കാൻ ഒരു വാസ്തുവിദ്യാക്കാരൻ വീട് വെച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് കുഴപ്പമുണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യാൻ പറ്റുക? വീടൊക്കെ ഇടിച്ചു പൊളിക്കാൻ പറ്റുമോ? ഇപ്പൊ വാസ്തുവിദ്യാക്കാരൻ, ശില്പി, അയാൾ ഒരെണ്ണം തെറ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ, നമുക്ക് യോജിക്കാത്ത വിധത്തിൽ ചെയ്തു കഴിഞ്ഞാൽ, നമുക്കതിന്റെ ഡയമെൻഷൻസ്, നീളം, വീതി, ഉയരം, അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പിന്നെ മുഴുവൻ ഇടിച്ചു പൊളിക്കണം. അത് ഭയങ്കര കോസ്റ്റ്ലിയും ഇൻടോളറബിളും അല്ലേ? അപ്പൊ അതുകൊണ്ട് വാസ്തുവിദ്യ കുറേ പരിമിതിയുള്ളതാണ്. പിന്നെ അന്ധമായിട്ട് ചിലര് വിശ്വസിക്കുന്നുണ്ട് വിചാരിക്കാം. ഞാൻ ജ്യോതിഷത്തെക്കുറിച്ചും പറയാറുണ്ട്. ചിലപ്പോൾ ജ്യോത്സ്യന്മാര് ചില ഉപദേശങ്ങൾ കൊടുക്കുന്നത് കേൾക്കുന്നവർക്കതിന് സാധാരണ ആയിട്ട് പലർക്കും തോന്നിയേക്കാം. പക്ഷെ ചില വ്യക്തികൾക്ക് ജ്യോത്സ്യന്മാരുടെ അഭിപ്രായങ്ങൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ അത് സൈക്കോളജിക്കൽ അബ്നോർമാലിറ്റിയിലേക്ക് തന്നെ പോകും. അതാണ് ജ്യോതിഷത്തിന്റെ ഭയാനകമായിട്ടുള്ള ഒരു വസ്തുത. ജ്യോതിഷന്മാർ പലതും പറയും, അദ്ദേഹം പറയുന്നു, കേൾക്കുന്നവർ കേൾക്കുന്നു. അതത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല എങ്കിൽ ജ്യോതിഷം വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. 10-100 വ്യക്തികളിൽ 10-20 വ്യക്തികൾക്ക് ജ്യോതിഷം ഒരു ബാധ്യതയാവുന്നു, ഭയമുണ്ടാക്കുന്ന ബാധ്യതയാവുന്നു. അവിടെയാണ് ഈ പ്രോബ്ലം ഉണ്ടാവുക. അതേപോലെ വാസ്തുവിദ്യ, എൻ്റെ വീട് വെച്ചത് വാസ്തുവിദ്യ കൊണ്ടൊന്നുമല്ല. കാരണം വെച്ചാൽ 7 സെന്റ് സ്ഥലത്തൊരു വീട് വെക്കുമ്പോൾ എവിടെയാ ഈ വാസ്തുവിദ്യ നോക്കുക? ചെറിയ സ്ഥലം,
നീളവും വീതിയും ഉയരവും ഒക്കെ കൂടി നോക്കിയിട്ട് എവിടെയത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. വേറൊന്ന് ഇപ്പോൾ ഫ്ലാറ്റ് സിസ്റ്റാണ്. 10-20 നിലയുള്ള ഫ്ലാറ്റിൽ എവിടെയാ വാസ്തുവിദ്യ നോക്കുക? ആ ഫ്ലാറ്റ് ഉണ്ടാക്കുമ്പോൾ ആരാ വാസ്തുവിദ്യ നോക്കുക? 15 സെന്റിലായിരിക്കും ഫ്ലാറ്റ് ഉയരുന്നത് തന്നെ. അവിടെയൊക്കെ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? വെറുതെ ചിന്തിച്ചു നോക്കാം. ഞാൻ വാസ്തുവിദ്യയൊന്നും എതിർത്തതൊന്നുമല്ല. എല്ലാത്തിനും അതിൻ്റെ നന്മകളും ഉണ്ട്, അതിൻ്റെ കുറവുകളും ഉണ്ട്. പക്ഷെ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ ഈ വാസ്തുപരമായിട്ടുള്ള ക്രിയേഷൻ മാത്രമാണ് അവസാനത്തെ വാക്കെന്ന് വിചാരിച്ചു മുമ്പോട്ട് പോകുന്നു എന്ന് വിചാരിക്കുക. അതിൻ്റെതായിട്ടുള്ള എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന എൻ്റെ അടുത്ത ഒരു ബന്ധു ഏതാണ്ട് ഒരു 1 കോടി രൂപയോ മറ്റോ മുടക്കിയിട്ട് വീട് വെച്ചിരുന്നു. ആ വീട്ടിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും എന്തോ മാതിരി ഒരു ഫീലിംഗ് ഉണ്ടാവാം. മുറികളുടെ അറേഞ്ച്മെന്റ്, 4 കെട്ടിന്റെ അറേഞ്ച്മെന്റ്, അതിന്റെ 2 നിലയുടെ അറേഞ്ച്മെന്റ്, ഒരു മുറിയും ശരിക്കും ഉപയോഗിക്കാൻ സാധിക്കില്ല. ചിലപ്പോ തോന്നും അതൊരു ലോഡ്ജ് മാതിരി ആയിട്ടുണ്ടെന്ന്. എന്താ പറ്റിയറിയോ? വന്ന് നിന്ന് നോക്കി ഭംഗിയായിട്ട് ആവശ്യമുള്ളത് പറഞ്ഞു കൊടുത്ത് വരയ്ക്കാൻ സാധിച്ചില്ല. വളരെ ഫേമസ് ആയിട്ടുള്ള വാസ്തു ആണ്, ശില്പിയാണോ വാസ്തുവിദ്യക്കാരനാണെന്നോ മറ്റോ വിചാരിച്ച് കൊണ്ടുപോയിട്ട് വരപ്പിച്ചു. അയാൾ പഠിച്ച രീതിയിൽ വരച്ചു. ഇതെല്ലാം കൂടി നോക്കി കഴിയുമ്പോൾ ശരി ഇത് മതി എന്ന് പറഞ്ഞു. ആ വീടിന്റെ ഉടമസ്ഥൻ ഇവിടെ ഇന്ത്യയിലേ ഇല്ല. അപ്പോൾ പറ്റിയ മാതിരി വരപ്പിച്ചു. കോൺട്രാക്ടർ പറ്റിയത്ര പൈസ ഉണ്ടാക്കി പറ്റിച്ചു. ആ വീടിനകത്തേക്ക് ഇപ്പോഴും പോകുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു ലോഡ്ജിൽ താമസിക്കുന്ന ഒരു ഫീലിംഗ് ആയിട്ട് എനിക്ക് തോന്നാറുള്ളത്. ഞാനിത് പറഞ്ഞത് ആരെയെങ്കിലും പറ്റി കുറ്റം പറയാനോ നെഗറ്റീവ് പറയാനോ പറഞ്ഞതല്ല. പക്ഷേ വാസ്തുവിൽ അല്പസ്വല്പമൊക്കെ വ്യത്യാസം വന്നാൽ ഇപ്പം എന്താ സംഭവിക്കാൻ പോണത്? വിശ്വാസം ഉണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു പൂജ നടത്തിയേക്കാം. വിശ്വാസം ഉണ്ടെങ്കിൽ. വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാതിരി ചെയ്യാം. ഈ നമുക്ക് താമസിക്കുന്ന വീട് നമുക്ക് ഇഷ്ടപ്പെടണ്ടേ? അതിൻ്റെ സൗകര്യങ്ങൾ വേണ്ടേ? അതനുസരിച്ച് നീട്ടി വലിച്ച് വീട് വെക്കാനുള്ള അത്രയും ഭൂമി ഇന്നില്ല. 2 സെന്റ് 3 സെന്റ് 4 സെന്റൊക്കെ അല്ലേ ഉള്ളൂ. ഇപ്പൊ വാസ്തുവിദ്യയിൽ നല്ലതുണ്ട്. വാസ്തുവിദ്യയിൽ കൈകാര്യം ചെയ്യുന്നവരിൽ കുഴപ്പമുണ്ട്. അപ്പോ ഓർമ്മിക്കാനുള്ളത്, ഏത് ജ്യോതിഷമായാലും ഏത് വാസ്തുവിദ്യയാണെങ്കിലും ഏത് തച്ച് ശാസ്ത്രമാണെങ്കിലും ശരി, ഏത് വേദമന്ത്ര പഠനമാണെങ്കിലും പൂജയാണെങ്കിലും ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാനുള്ളതാണ്. നമ്മൾ പറയാറില്ലേ, നിയമങ്ങള് ശരിക്കും ജീവിതം സുഖകരമാക്കാനാണ്. ജീവിതം വ്യക്തികള് നിയമത്തിന് വേണ്ടിയല്ല, നിയമങ്ങൾ വ്യക്തികൾക്ക് വേണ്ടിയാണ്. എല്ലാ മൂല്യങ്ങളും അതുപോലെയാണ്. പക്ഷേ ചില വ്യക്തികൾക്ക് അതിൽ അസൗകര്യം ഉണ്ടാക്കിയേക്കാം. പക്ഷെ ഓർമ്മിക്കാനുള്ളത്, ചില വ്യക്തികൾക്ക് ഉണ്ടാവുന്ന ചില അസൗകര്യങ്ങൾ കുടുംബത്തിനും സമൂഹത്തിനും വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുമെങ്കിൽ അതാണ് എടുക്കേണ്ടത്. ഇപ്പൊ വാസ്തുവിദ്യ, ആ പുസ്തകം എഴുതിയിരിക്കുന്നതും ആ കണക്കുകളും മനുഷ്യന്റെ സുഖത്തിനും സൗകര്യത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. മനുഷ്യൻ വാസ്തുവിദ്യയ്ക്ക് വേണ്ടിയിട്ടല്ല, മനുഷ്യൻ ജ്യോതിഷത്തിനല്ല, മനുഷ്യൻ ഹസ്തരേഖാശാസ്ത്രത്തിന് വേണ്ടിയിട്ടല്ല, മനുഷ്യൻ പ്രശ്നം വയ്ക്കുന്നതിന് വേണ്ടിയിട്ടല്ല. ഈ ഹസ്തരേഖയും ഈ വാസ്തുവും ഈ പ്രശ്നം വയ്ക്കലും ഈ ജ്യോതിഷവുമെല്ലാം മനുഷ്യന് വേണ്ടിയിട്ടാണ്. അപ്പൊ മനുഷ്യനത് പ്രശ്നമുണ്ടാക്കുന്നു എന്ന് വിചാരിക്കാം, മനുഷ്യനത് ഗുണത്തെക്കാളേറെ ദോഷം ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ പിന്നെ അത് നന്മയ്ക്ക് വേണ്ടിയാണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത്, വാസ്തുവായാലും ജ്യോതിഷമായാലും അത് 100 വ്യക്തികളിൽ 90 പേരും കാഷ്വലായിട്ട് എടുത്തു എന്ന് വരാം. പക്ഷെ 10% വ്യക്തികൾക്ക് പലപ്പോഴും ഇതൊരു മാനസിക സംഘർഷത്തിനും രോഗത്തിനും വരെ കാരണമാകുന്നുണ്ട്. പൈതൃകത്തിലെ ചില വിവരണങ്ങൾ. വാസ്തുവിദ്യ പോലെയുള്ളത് ഒരിക്കലും ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഡിസ്ട്രക്ഷൻ മാത്രമേ പറ്റുള്ളൂ. ഒരു പൂജ നടത്തിയിട്ട് ശരിയായില്ല എന്ന് തോന്നിയെങ്കിൽ 1000 രൂപയും കൂടി മുടക്കിയിട്ട് വേറൊരു പൂജ വീണ്ടും നടത്താം, വലിയ കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ പൈതൃക സിദ്ധാന്തത്തില് ഹോമിയോപ്പതി ഉപയോഗിച്ചു, പ്രകൃതി ചികിത്സ ഉപയോഗിച്ചു, ആയുർവേദം ഉപയോഗിച്ചു, സിദ്ധ ഉപയോഗിച്ചു, അസുഖം മാറിയില്ല, വേറൊരു ഡോക്ടറെ അടുത്തേക്ക് പോവാം. പക്ഷെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് വാസ്തുവിദ്യ ശില്പിയെ കൊണ്ടുവന്ന്, പണിക്കരെ കൊണ്ടുവന്നിട്ട് പടമൊക്കെ വരപ്പിച്ച് വീടൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഇടിച്ചു പൊളിക്കാൻ പറ്റുമോ? അത്
അതുകൊണ്ട് വാസ്തുവിദ്യ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അതിനകത്ത് ആത്മീയതയൊന്നുമില്ല, ആത്മീയത ഒട്ടുമില്ല. പിന്നെ ആ പണ്ടത്തെ കണക്കനുസരിച്ചിട്ട് വരയ്ക്കുമ്പോൾ പണ്ടതിന് പ്രാധാന്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വീടുണ്ടാക്കുമ്പോഴും ഒരു റൂളും റെഗുലേഷനും വേണം. അന്നത് പ്രാധാന്യമുള്ളതാണ്. ഇന്ന് വളരെ ചുരുങ്ങിയ ലാൻഡ്, വളരെ ചുരുങ്ങിയ സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് പലപ്പോഴും അത് ഉണ്ടാക്കുന്ന ഫ്ലാറ്റ് നിർമ്മാതാക്കളുടെ ഫാൻസിക്ക് അനുസരിച്ചിട്ടാണ് ഉണ്ടാക്കുക. അവിടെയൊക്കെ വാസ്തുവിദ്യ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചാൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുകയേ ഉള്ളൂ. എന്നാലും ഇപ്പം എന്താ സൊല്യൂഷൻ? നമുക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ നമുക്ക് ആത്മീയമായിട്ട് നന്മ തോന്നുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യാം. അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും അശരണർക്കും വേദനിക്കുന്നവർക്കൊക്കെ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ ഈ ആവശ്യമില്ലാത്തതിന് ചെലവാക്കുന്ന പൈസ കുറേയധികം പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിൽ പോകും. അവിടെ ചെയ്യുന്ന നന്മകള് നമ്മുടെ ജീവിതത്തെ കുറേയൊക്കെ നന്മയിലേക്ക് നയിക്കും. അപ്പൊ ഈ വാസ്തുവിദ്യയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാം. ഈ അടുത്ത കാലത്തല്ല, ഒരു 3 വർഷം മുമ്പ് ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ കേശവദാസപുരത്ത് നിന്ന് ഒരു എലിസബത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ എന്നെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ, ഞാനത് കൂടുതലായിട്ട് വീണ്ടും ചേർക്കുന്നേ ഉള്ളൂ. ഗോപാലകൃഷ്ണൻ സാറ്, എൻ്റെ മക്കളൊക്കെ അമേരിക്കയിലാണ്, ഞാനിപ്പോൾ ഇവിടെ കേശവദാസപുരത്ത് ഒരു 5 സെന്റ് സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുകയാണ്. അപ്പൊ സാറ് എനിക്ക് ഒരു ഉപദേശം തരണം, എനിക്ക് പേടിയാവുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ആവുന്നു എന്നുള്ളത് പറയാനാണോ വിളിച്ചത്? അതെ സാറ്. എന്താ പേടിയാവാൻ കാരണം? എൻ്റെ ഈ കന്നിമൂല കുറേ താഴ്ന്നായിരിക്കുന്നത്, എന്താ ചെയ്യേണ്ടത്? അത് കാരണം പലരും പറയുന്നു വീട്ടില് പ്രശ്നം ഉണ്ടാവുന്ന. ഞാൻ ചോദിച്ചു, അമ്മച്ചി എത്ര സെന്റ് സ്ഥലമുണ്ട്? പറഞ്ഞു, മോനെ എനിക്ക് 5 സെന്റ് സ്ഥലമുള്ളത്. എത്ര താഴ്ന്നിട്ടുണ്ട് കന്നിമൂല? ഒരു 3 അടി താഴ്ന്നിട്ടുണ്ട്. എത്ര വീടുണ്ട്? വലിയ വീടാ മോനെ. ശരി, ഈ 5 സെന്റില് വലിയ വീട് കഴിഞ്ഞാൽ ബാക്കി എത്ര സ്ഥലമുണ്ടെന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. അമ്മച്ചി ഒരു കാര്യം ചെയ്യണം, 2 ലോറി മണ്ണ് ആ കന്നിമൂലയിൽ ഇട്ടാൽ ഇതിനേക്കാളും അത് ഉയർന്നോളും. അപ്പൊ കന്നിമൂല പൊങ്ങിയതായിക്കോളും. അങ്ങനെ മണ്ണിട്ട് പൊക്കാമോ മോനെ? മണ്ണിട്ട് പൊക്കണ്ടായിരുന്നു എങ്കിൽ വീട് വെക്കുന്നതിന് മുമ്പ് ബാക്കി ഭാഗം താഴ്ത്തിയാൽ മതിയായിരുന്നു. അപ്പൊ കന്നിമൂലയുടെ ലെവല് വരുമായിരുന്നു. പക്ഷെ വീട് വെച്ച് കഴിഞ്ഞ സ്ഥലത്ത് ഇനി ബാക്കി ഭാഗം താഴ്ത്താൻ പറ്റില്ലല്ലോ. ഈ മണ്ണ് ഭൂമി പൊങ്ങിയും താഴ്ന്നും ഒക്കെ ഇരിക്കുന്നത് നമ്മുടെ വീട്ടിൽ രോഗവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് പറയുന്നത് എന്തൊരു അബദ്ധമല്ലേ? വെറുതെ ചിന്തിച്ചു നോക്കാം. ഒരു മൂല കുറച്ച് താന്നിരിക്കുന്നത് കൊണ്ട് വീടിന് ഐശ്വര്യക്കേട് ഉണ്ടാവും. ഒരുപക്ഷെ പണ്ടുള്ളവരത് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ച് വേണം വീട് പറമ്പൊക്കെ നിരപ്പാക്കിയിട്ട് വേണം വീട് വെക്കാൻ എന്നുള്ളതായിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത്. അതല്ലാതെ കന്നിമൂല താഴ്ന്നാൽ നിത്യരോഗം, നിത്യദാരിദ്ര്യം. ഈ മൂല മണ്ണ് താഴ്ന്നതാ ദാരിദ്ര്യത്തിനും രോഗത്തിനൊക്കെ കാരണം. അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ വീടുകളിലും കന്നിമൂല ഉയർത്തിക്കഴിഞ്ഞാൽ ഈ ആശുപത്രിയുടെ ആവശ്യമില്ലല്ലോ നമുക്ക്. ഞാൻ ഒന്നിനെയും എതിർത്തതല്ല, നമ്മൾ വിവരിക്കുന്നത് ഭയപ്പെടുത്തുന്ന രീതിയിൽ വിവരിക്കുന്നത് കൊണ്ട് പറ്റുന്ന അബദ്ധമാണ്. അപ്പൊ ഞാൻ അമ്മച്ചിയോട് പറയുകയും ചെയ്തു, ഇപ്പൊ ഒരു സാധാരണ മണ്ണിന് 1200 രൂപ 1100 രൂപയെ വരുള്ളൂ. അമ്മച്ചിയുടെ ടെൻഷൻ മാറാൻ 2200 രൂപ കൊടുത്തിട്ട് ആ മണ്ണ് അങ്ങോട്ട് അടിച്ചേക്കാൻ പറയാ. എന്നിട്ട് എന്നെ വിളിച്ച് പറയാൻ പറഞ്ഞു. എന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്, വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ മാറിയോ എന്നും പറയാൻ പറഞ്ഞു. പിന്നെ അവരെന്നെ വിളിച്ചില്ല. മാറിയാലും മാറിയില്ലെങ്കിലും ഇത്രയൊക്കെ ഉള്ളൂ എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ പലതും നമുക്കൊരു ഭാരമാവരുത്. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ വാസ്തുവിദ്യ, അതിൽ നന്മകൾ ഉണ്ടാവാം. പക്ഷെ ആ വാസ്തുവിദ്യ ഉപയോഗിക്കുന്ന വ്യക്തികള് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരു വീട് ഉണ്ടാക്കുമെങ്കിൽ ചെറിയ ചെറിയ അഡീഷനും ഡെലീഷനും ഒക്കെ വരുത്തിയിട്ട് വാസ്തു ഫോളോ ചെയ്യാം. പക്ഷെ വാസ്തുവിദ്യ ഉപയോഗിച്ച് വീട് ഉണ്ടാക്കിയാലേ ജീവിതം സ്വസ്ഥാവുള്ളൂ എന്ന് ധരിക്കുന്നതൊക്കെ അബദ്ധമാണ്. അങ്ങനെയൊക്കെ ധരിക്കുന്നത് തെറ്റാണ്. അതൊരു ഭാരമാവരുത്. ഭാഗ്യമാവട്ടെ, ഭാഗമാവട്ടെ, അതിലെല്ലാം ശരി എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഒരുപക്ഷെ 100% തെറ്റ്, അതും വിചാരിക്കേണ്ട. കുറച്ചൊക്കെ നല്ലതുണ്ടാവാം. സാധിക്കുന്നത് ചേർക്കുക, അല്ലാത്തത് കളഞ്ഞേക്കാം. അത് ജീവിതത്തിൽ ഒരു പ്രശ്നമാകാതിരിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.